കിഫ്ബിക്കെതിരെ വീണ്ടും ഇ.ഡി. 215 കോടിയുടെ മസാല ബോണ്ടിന് പലിശ മാത്രം 1045 കോടി. നമസ്കാരം. കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ബി.ജെ.പി. വിജയപ്രതീക്ഷകൾ പങ്കുവയ്ക്കുമ്പോൾ കോതമംഗലത്ത് പോരാട്ടം കനക്കുകയാണ്. ഇതിനിടെ താമരശ്ശേരിയിൽ ഒരു വീട്ടുനമ്പറിലെ 200-ൽ പരം വോട്ടുകളും ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും തലവേദനയാകുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശനിയാഴ്ച അവധി പരിഗണിക്കുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥയോ? ബില്ലടയ്ക്കാത്തതിന് ആലപ്പുഴ കൺട്രോൾ റൂം ഇരുട്ടിലായി. അതിദരിദ്ര കുടുംബം തെരുവിലേക്ക്. കൈമുറിച്ച 9 വയസ്സുകാരിക്ക് ധനസഹായം ഇനിയും കിട്ടിയില്ല. ഇനി കിണർ കുഴിക്കാൻ പോലും അനുമതി വേണം. ശബരിമലയിൽ 1500 പേർക്ക് ഒരു ബസ് എന്ന നിലയിൽ യാത്രാദുരിതം. കാരശ്ശേരി ബാങ്കിന് അഡ്മിനിസ്ട്രേറ്റർ ഭരണം. ചോറ്റാനിക്കരയിലെ മാലിന്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ. ഉത്തരാഖണ്ഡ് തുരങ്കത്തിൽ പ്രതീക്ഷയ്ക്ക് ഇനി 4 ദിവസം. 5000-ലധികം അനധികൃത പ്രചരണ ബോർഡുകൾ സ്ക്വാഡ് നീക്കം ചെയ്തു. ഇതിനിടെ സൗദി ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യയ്ക്ക് വേണ്ടി പോരാടുമെന്ന സാദിഖലി തങ്ങളുടെ പ്രസ്താവനയും ശ്രദ്ധേയമായി. ഈ ന്യൂസുകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.